തെരേസ കിച്ചൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ അവിടെ തയ്യാറാക്കാൻ പോകുന്നില്ല വേപ്പില കട്ടി. അപ്പോൾ എന്ന് വെച്ചാൽ ഈ വേപ്പ് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന വേപ്പാണ്. അത് മഴയൊക്കെ ആയപ്പോൾ മരം അങ്ങനെ തന്നെ വീണു. അപ്പോൾ ഞങ്ങൾക്ക് കുറേ വേപ്പ് കിട്ടില്ല. അപ്പോൾ ഇനി ഇതിൻ്റെ ഇലയൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് ആലോചിച്ചപ്പോൾ തോന്നി വേപ്പില കട്ടി ഉണ്ടാക്കാമെന്ന്. അങ്ങനെ നമ്മൾ വേപ്പില കട്ടി ഉണ്ടാക്കാനായിട്ട് പോകണം. അപ്പോൾ ഇതിൻ്റെ വേപ്പിൻ്റെ ഇല ഞാൻ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചു, ഇത് ചൂടായിക്കൊണ്ടിരിക്കണം. ഇനി അതിലേക്ക് വേണ്ട സാധനങ്ങൾ തേങ്ങ, ഇതൊരു തേങ്ങയാണ്. ഇത് നന്നായിട്ട് വറുക്കണം. അതിൻ്റെ കൂടെ നമുക്ക് മറ്റുള്ള സാധനങ്ങൾ ചേർക്കണം കേട്ടോ. അതിൻ്റെ കൂടെ ഒരു 100 ഗ്രാം മല്ലി ചേർത്തല്ലോ, മുഴുവൻ മല്ലിയാണ് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ മുളക്, മുഴുവൻ മുളകാണ് ഞാൻ ചേർത്തണ. ഒരു 8-10 ചേർത്തിട്ടുണ്ട്. മുളകൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവ, ഇനി 1 ടീസ്പൂൺ പരിപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിലുള്ള പുളിയാണ് എടുത്തേക്കണം. അപ്പോൾ പുളി നക്കും കൂടി ഞാൻ ഇതിൽ ചേർത്ത് വറക്കണം. ഇങ്ങനെ ചെറുതായിട്ട് വെക്കാം. ഇത് കൂടി ചേർത്ത് ഇനി നമുക്കിതിനെ നന്നായിട്ട് ഇളക്കി ഒഴിക്കുക. ഇതിൽ എണ്ണ ഒന്നും ഒഴിക്കണ്ട, ഇങ്ങനെ വറുത്തെടുക്കാം കേട്ടോ. കാണിച്ചു തരാം. ഇതങ്ങനെ എന്നിട്ടൊരു ചുവപ്പ് കളറാവണവര് നമുക്ക് വറുക്കാം. അങ്ങനെ നമ്മുടെ ഈ തേങ്ങയും മുളകും മല്ലിയും എല്ലാം ഒരുവിധം പാകമായി തുടങ്ങിയിട്ട് അതിനകത്ത് കുറച്ച് ഉപ്പും കൂടി ഇടാം കേട്ടോ നമുക്ക്. അപ്പോൾ വേഗം ആയിക്കോളും. കൂടി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്നാകും. അങ്ങനെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ സ്റ്റവ് ഓഫാക്കാം. ഇത് കഴിഞ്ഞ് ചൂടാറിയിട്ട് ഇത് പൊടിച്ച് നമുക്ക് യോജിപ്പിക്കാം കേട്ടോ. കാണിച്ചു തരാം കേട്ടോ. സ്റ്റവ് ഓഫാക്കാം. ഇനി ഇതൊന്ന് ചൂടാറട്ടെ. വേപ്പിൻ്റെ ഇലയൊക്കെ മിക്സിയിലടിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വറുത്തെടുത്ത സാധനങ്ങൾ പൊടിച്ചെടുക്കാം കേട്ടോ. രണ്ട് പ്രാവശ്യമായിട്ട് പൊടിച്ചെടുക്കേണ്ടി വരും. പൊടിഞ്ഞിട്ടുണ്ട്. ഇതും പൊടിച്ചെടുക്കാം കേട്ടോ.
ഇനി ഇതിനെ നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കാം. നന്നായിട്ട് യോജിപ്പിക്കണം, എന്നാലും അതിൻ്റെ ഉപ്പും പുളിയും മുളകും എല്ലാം ശരിയാവാനായിട്ട്. ഇത് നമുക്ക് കുറച്ച് ദിവസം ടിന്നിലൊക്കെ ആക്കി വെക്കാം, കുപ്പിയിലൊക്കെ ആക്കി എടുത്ത് വെക്കാം. ഈ ഫ്രിഡ്ജിൽ വെക്കുന്നവർക്ക് അങ്ങനെ വെക്കാം. ഈ മഴക്കാലത്ത് നമുക്ക് കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇത് കുറച്ചിട്ട് കഴിഞ്ഞാൽ കുട്ടികൾക്കടക്കം എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി ഇത് വേണമെങ്കിൽ ഇത് എടുക്കണ നേരത്ത് കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ട് എടുക്കാം. ഇങ്ങനെ വേണമെങ്കിൽ ഇത് എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ വേപ്പില കെട്ടി തയ്യാറായി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ.